ISLൽ ഇന്ന് ഒഡീഷ FCയെ നേരിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് 3-2 തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. മത്സരത്തിന്റെ 95-ാം മിനിറ്റിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ ഗോൾ വന്നത്. 3 പോയിന്റ് സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് 95-ാം മിനിറ്റായിരുന്നു ആവേശം നൽകിയത്. നോഹയാണ് വിജയ ഗോൾ നേടിയത്. മത്സരം ആരംഭിച്ച് 4-ാമത്തെ മിനിറ്റിൽ തന്നെ ഒഡീഷ ലീഡെടുത്തു. അപകടകരമല്ലാത്ത ഒരു പന്ത് കേരള ഡിഫൻസ് ക്ലിയർ ചെയ്യാതിരുന്നത് ഒഡീഷയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുകയായിരുന്നു. ജെറിയാണ് ആദ്യ ഗോൾ അവർക്ക് വേണ്ടി നേടിയത്. ഈ ഗോളിന് ആദ്യ പകുതിയുടെ അവസാനം വരെ മറുപടി പറയാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. എന്നാൽ ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന് നല്ല ഗോളവസരങ്ങളൊന്നും ലഭിച്ചില്ല. പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ഊർജ്ജത്തോടെയാണ് കളിച്ചത്. 60-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സമനില ഗോൾ നേടി. കോറോസിംഗിന്റെ പാസ് സ്വീകരിച്ച് മുന്നേറിയ പെപ്ര ഗോൾ കീപ്പറെയും വെട്ടിച്ച് ഒഴിഞ്ഞ ഗോൾ പോസ്റ്റിലേക്ക് പന്തെത്തിച്ചു. സ്കോർ ബ്ലാസ്റ്റേഴ്സ് 1, ഒഡീഷ 1. കേരള ബ്ലാസ്റ്റേഴ്സ് വിജയ ഗോളിനായി പിന്നീട് പൊരുതുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. അത് 73-ാം മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ലീഡ് നേടിക്കൊടുത്തു. സബ്ബായെത്തിയ ജീസസ് ജിമിനസ് ആണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയത്. നോഹയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ഈ ഗോൾ. എന്നാൽ ഈ ലീഡ് അധികം നീണ്ടുനിന്നില്ല. 80 മിനിറ്റ് ആയപ്പോഴേക്കും ഒഡീഷ തിരിച്ചടിച്ചു. വീണ്ടും സമനില. ഒരു ഫ്രീ കിക്കിൽ നിന്ന് കിട്ടിയ അവസരം ഡോർലിറ്റനാണ് ലക്ഷ്യത്തിലെത്തിച്ചത്. 83-ാം മിനിറ്റിൽ ഒഡീഷൻ താരം ഡെൽഗാഡോ 2 മഞ്ഞക്കാട് വാങ്ങി പുറത്തുപോയി. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ചുകൂടെ മുൻതൂക്കം നൽകി. പിന്നീട് 95-ാം മിനിറ്റിൽ നോഹയുടെ സ്ട്രൈക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് അർഹിച്ച വിജയം തന്നെ നൽകി. സമ്പൂർണ്ണ ആധിപത്യം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ തുടക്കം മുതൽ അവസാനം വരെ കാഴ്ചവെച്ചത്. ഈ വിജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് 20 പോയിന്റുമായി 8-ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. 21 പോയിന്റുമായി ഒഡീഷ 7-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് ഇപ്പോൾ ഊർജ്ജം പകരുന്നതായിരുന്നു ഇന്നത്തെ ഈ വിജയം. ഈ വിജയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.